ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. It's natural and healthy. Mersley's ice cream. Healthy relationships. അതെ കലാഭവൻ ചേട്ടൻ മരിച്ചു കേട്ടോ. അയ്യോ കലാഭവൻ ചേട്ടൻ മരിച്ചു എന്നാ. സാറെന്തിനാ സാറിന് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ സാറ് അങ്ങനെ പറയുന്നു. മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറയുന്നു. അത് ഇന്നലെയും കൂടി എനിക്ക് CD എടുത്താന്നു. ഇതാടെ ഫോണിൽ നിന്നുണ്ട് ഫോൺ എടുത്തത്. അപ്പോഴാണ് കലാഭവൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. TV ഉണ്ട്. ആ ഫീസ് കാണാൻ പറ്റില്ല. ഞാൻ അപ്പോൾ തന്നെ ബോധം കെട്ടിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന സമയത്ത് അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോണ വരെ തന്നെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതുന്ന പേന ഉണ്ടെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിലും മണിച്ചേട്ടൻ വാങ്ങി തന്നു. കലാഭവൻ മണിച്ചേട്ടനെ ഇടപെട്ടിട്ട് മണിച്ചേട്ടനാണ് എനിക്ക് അന്ന് വീട്ടിലേക്ക് എല്ലാ വെളിച്ച വൈദ്യുതിയൊക്കെ എടുത്തത് മണിച്ചേട്ടനായിരുന്നു. ഈ രണ്ടുപേരും പഠിപ്പിച്ചതും മണിച്ചേട്ടൻ തന്നെ. ചേച്ചിന്റെ നഴ്സിംഗ് വരെ പഠിപ്പിച്ച മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ടൻ രേവതിനെ സഹായിച്ചു. അതുകൊണ്ടാണോ രേവതി ശരിക്കും ഈ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്ന ഒരു മനസ്സിലേക്ക് എത്തിയത്? കലാഭവൻ മണിച്ചേട്ടൻ ചെയ്യാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. അത് തന്നെയാണ് ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അവര് ഒരേ ഈ അവരുടെ സിറ്റുവേഷനോട് പറയുമ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള പ്രചോദനമാകുന്നത്. ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യന്റിനാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ക്യാൻസർ പേഷ്യന്റിനെ കീമോ ചെയ്യാനും റേഡിയേഷൻ ആയിട്ട് തൃശ്ശൂർ ടൗണിലാണോ? തൃശ്ശൂർ ടൗൺ പെർമിറ്റാണ്. അവിടുന്ന് ഇപ്പൊ ഞാൻ ഒരു മാസത്തിൽ 6 ഓട്ടം ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിട്ട് തിരുവനന്തപുരം RCCക്ക് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RCC തിരിച്ചു വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 6-12 ദിവസം പോകും. ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിന് എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. ആ ലോട്ടറി അടിക്കുന്ന 2 ദിവസം മുന്നേ ഒരു അമ്മേനെ ഞാൻ അത്താണിയിൽ കൊണ്ടാക്കി. അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ മോന് ക്യാൻസർ ആണ്, എൻ്റെ മോന് സർജറി വേണം. പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറി കിട്ടിയത് വെച്ചാൽ 69,000 രൂപയാണ്. 69,000 രൂപ ഈ അമ്മയെ കൊണ്ട് ഏൽപ്പിച്ചു. അന്ന് എൻ്റെ 70,000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് CC ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന എൻ്റെ മണിച്ചേട്ടൻ തിരിച്ചു എന്നുള്ള ഒരു ഓർമ്മ ഞാൻ ഇന്നിരിക്കുന്നു. രേവതിന്റെ ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് കയറുന്നവർക്ക് കുറേ പ്രത്യേകതകൾ കാണാൻ പറ്റും. കലാഭവൻ മണിച്ചേട്ടന്റെ പടങ്ങളാണ് ആദ്യം കാണുക. പക്ഷെ അതിനെ കൂടാതെ കുറേ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ എഴുതി വെക്കാൻ കാരണമുണ്ട്. അതിനു മുമ്പ് രേവതിനെ ശരിക്കും നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. രേവതി ശരിക്കും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഓട്ടോറിക്ഷ ഓടിക്കും. അതുമല്ല, കഥ പറഞ്ഞ് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്ക് രേവതിന് ലോട്ടറി അടിച്ചായിരുന്നു. ആ സമയത്ത് ഓട്ടോറിക്ഷയ്ക്കൊരു 70,000 രൂപയോളം അടയ്ക്കാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ലോട്ടറി അടിച്ച 1 ലക്ഷം രൂപയിൽ 69,000 രൂപ കിട്ടിയതും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഇപ്പോൾ ഒരു സന്തോഷം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും എന്താ സംഭവിച്ചേക്കുന്നത് നിങ്ങൾ പറയൂ. ഇപ്പൊ കുറെ ആൾക്കാരെ അറിഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ നമ്മളോട് സാമ്പത്തികമായിട്ട് ചോദിക്കുന്നുണ്ട്. രേവതല്ല, ഞാൻ കോഴിക്കോട് ഈ ആശുപത്രിയിലെ ചികിത്സയിൽ കഴിയുന്നുണ്ട്, എനിക്കൊരു 30,000 രൂപ വേണം. പൈസയായിട്ട് സാമ്പത്തികമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൈസയായിട്ട് സാമ്പത്തികമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലൊരു നേരം അരി വയ്ക്കാൻ തന്നെ ചോറില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ ഞാനിപ്പോൾ കീമോ പേഷ്യൻറ്റും റേഡിയേഷനൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ പോകണത് അതൊക്കെ സൗജന്യ ഓട്ടമായിട്ട് ഞാൻ ഓടുന്നത്. അപ്പോൾ ചേട്ടായിനെ സഹായിക്കാൻ എന്നെ കൊണ്ട് അങ്ങനെ ആവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഇന്നും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 300-400 പേരിങ്ങനെ അടുപ്പിച്ച് വിളിക്കുന്നുണ്ട്. എന്ന് ഈ ഓട്ടോറിക്ഷയിൽ മുഴുവനും മണിച്ചേട്ടൻ്റെ പടങ്ങളാണ്. മണിച്ചേട്ടൻ അത്രയും മണിച്ചേട്ടനെ ആരാധിക്കുന്നുണ്ടോ ശരിക്കും? കലാഭവൻ മണിച്ചേട്ടനെ ആരാധിക്കല്ല, ഞാൻ ഒരു ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ മണിച്ചേട്ടൻ എന്നെ കാണാനായിട്ട് മലയാള സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിച്ച വ്യക്തി മണിച്ചേട്ടനായിരുന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ വരെ ടിക്കറ്റ് വിറ്റ് ലോട്ടറി വിറ്റ് നടക്കുന്ന സമയം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലോട്ടറി വിൽക്കുന്ന സമയത്ത് ചാലക്കുടിയിലുള്ള വിനോദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ലക്ഷ്മി കാറ്ററിങ്സ്. ആളിങ്ങനെ കാറിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു, മോനിങ്ങനെ കഷ്ടപ്പാടുണ്ട, മോൻ്റെ കഷ്ടപ്പാടിന് ഒരു അറുതി വരുന്നു പറഞ്ഞിട്ട് മോനെ കാണാനൊരാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കലാഭവൻ മണി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് വിറ്റ കാശും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരെങ്കിലും തട്ടിയെടുക്കും, പിന്നെ അവർ നിന്ന് തട്ടിക്കൊണ്ടൊരു കിഡ്നിയൊക്കെ എടുത്തുകൊണ്ട് വിൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അമ്മ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എനിക്കൊരാളെ കാണണ്ട ചേട്ടാ, ഞാൻ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, ഇല്ല മോനെ, മണിച്ചേട്ടൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ചാലക്കുടിക്ക് വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ തന്നെ മണിച്ചേട്ടൻ്റെ മാനേജർ ജോബിച്ചേട്ടൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് മണിച്ചേട്ടൻ എന്നെ കണ്ട്
എൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായ 29 ബമ്പർ ടിക്കറ്റ് ഉണ്ടായിരുന്നു അന്ന്, സമ്മർ ബമ്പർ. ആ ടിക്കറ്റ് മണിച്ചേട്ടൻ വാങ്ങി. അന്ന് 100 രൂപ ടിക്കറ്റായിരുന്നു. 2900 രൂപ എന്ന് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ 5000 തന്നു എൻ്റെ കയ്യിൽ. 5000 രൂപ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഡ്രസ്സും എല്ലാം വാങ്ങി തരാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീലക്ഷ്മി തുണിക്കടയിൽ നിന്ന് എനിക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ മണിച്ചേട്ടൻ എനിക്ക് വാങ്ങി തന്നു. അന്നോട്ടുള്ള സഹായം മണിച്ചേട്ടൻ പോണ വരെ തന്നെ എല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതുന്ന പേന ഉണ്ടെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിലും മണിച്ചേട്ടൻ വാങ്ങി തന്നു. പിന്നെ ഞങ്ങളന്ന് പഠിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്മിനി വിളക്കിലാണ് ഞങ്ങൾ പഠിച്ചാന്ന്. കറണ്ടൊന്നും ഉണ്ടായില്ല അന്ന്. പഴയ വീട് വീണിട്ട്, മാമൻ്റെ പഴയ വീട് വീണിട്ട് പുതിയ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് ആ പുതിയ വീട്ടിൽ കറണ്ട് കണക്ഷനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അന്ന് ചിമ്മിനി വിളക്കിലാണ് പഠിച്ചന്ന്. കലാഭവൻ മണിച്ചേട്ടനെ ഇടപെട്ടിട്ട് മണിച്ചേട്ടനാണ് എനിക്കന്ന് വീട്ടിലേക്ക് എല്ലാം വെളിച്ച വൈദ്യുതിയൊക്കെ എടുത്തത് മണിച്ചേട്ടനായിരുന്നു. അന്ന് കുടിശ്ശിക ഒരു 39,000 രൂപ കുടിശ്ശികനായിരുന്നു. ആ കുടിശ്ശിക തീർത്തിട്ട് മണിച്ചേട്ടൻ കറണ്ട് എടുത്തു തന്നു. രണ്ടുപേരും പഠിപ്പിച്ചതും മണിച്ചേട്ടൻ തന്നെ. ചേച്ചിന്റെ നഴ്സിംഗ് വരെ പഠിപ്പിച്ച മണിച്ചേട്ടൻ തന്നെയാണ്. എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നേഴ്സായിട്ട്, അനസ്തേഷ്യ ടെക്നീഷ്യൻ നേഴ്സായിട്ട്. അത് ഭയങ്കര സംഭവമാണല്ലോ. പക്ഷെ അപ്പം ഇത്രയും അടുത്ത് നിന്ന് സഹായിച്ച മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത്? മണിച്ചേട്ടൻ പോയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനന്ന് എനിക്ക് ലോട്ടറി കച്ചവടം കുറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ പാടിയ കാസറ്റുകളുടെ CD എടുത്തു തന്നു ഒരു 8 കൊല്ലം മുൻപ്. 8 കൊല്ലം മുൻപ് എടുത്തു തന്നപ്പോൾ എനിക്കന്ന് ഓട്ടോറിക്ഷ ഒന്നുമില്ല. അങ്ങനെ ലോട്ടറി കച്ചവടം ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഈ കാസറ്റൊക്കെ സഞ്ചിയിൽ വെച്ചിട്ട് ഓരോ ഉത്സവപ്പറമ്പിൽ പോയിട്ട് അവിടെ സെറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് മണിച്ചേട്ടൻ്റെ കാസറ്റ് കച്ചവടം ചെയ്യായിരുന്നു. അങ്ങനെ 2 കൊല്ലം അങ്ങനെ കച്ചവടം ചെയ്തു. 3-ാമത്തെ കൊല്ലം മണിച്ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്തു തന്നു മണിച്ചേട്ടൻ അന്ന്. അതൊക്കെ പോയിട്ട് ഞാനൊരു ദിവസം നന്ദിപുലം പയ്യൂർക്കാവ് അമ്പലത്തിൽ പൂരം നടന്നുകൊണ്ടിരിക്കുക, മാർച്ച് 5-ാം തീയതി. അപ്പം ഞാൻ 4 മണിക്ക് താലമരവൊക്കെ കഴിഞ്ഞ് കച്ചവടം, നല്ല കാസറ്റ് കച്ചവടം നടന്നു കഴിയുന്ന സമയത്താണ് എന്നോട് വരന്തരപ്പള്ളിത്തെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, ദേവത നീ അറിഞ്ഞാ ചോദിച്ചു. ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും സാറേ ചോദിച്ചു. നീ അറിഞ്ഞുകൊണ്ടൊന്നും പേടിക്കണ്ട, കരയണ്ട, ഒന്നും ടെൻഷൻ അടിക്കണ്ടാന്ന്. അമ്മ വന്നിട്ടില്ല വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാറേ ചോദിച്ചു. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ താനെ അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, സാറ് ഒന്നും മറിച്ചിക്കണ്ട, എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറയാ, അതേ കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു കൂട്ടാന്ന്. അയ്യോ, കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു എന്നാ? സാറെന്തിനാണ്? സാറിന് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ സാറ് അങ്ങനെ പറയരുതെന്ന്, മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറയരുതെന്ന് തോന്നുന്നു. ആൾ ഇന്നലെയും കൂടി എനിക്ക് CD എടുത്താന്ന് തോന്നുന്നു. ആള് പറഞ്ഞു, മണിച്ചേട്ടൻ മരിച്ചു, ഇതാടെ ഫോണിൽ നിന്നുണ്ട് ഫോൺ എടുത്തത്. അപ്പോഴാണ് കലാഭവൻ മണി അന്തരിച്ചു, 45 വയസ്സായിരുന്നു. TV കണ്ടു. ആ ഫീസർ കാണാൻ പറ്റില്ല. ഞാൻ അപ്പോൾ തന്നെ ബോധം കെട്ടി വീണു. അയ്യൂർക്ക് അമ്പലത്തിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും കൂടി പുതുക്കാട് ആശുപത്രി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നേരം റിലീസായതിനു ശേഷം ഞാൻ ചാലക്കുടി പോയി ചെയ്തു. എനിക്കിന്നും താങ്ങാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, മണിച്ചേട്ടൻ തിരിച്ചു എന്നുള്ളൊരു ഓർമ്മയിൽ ഞാൻ ഇന്നിരിക്കുന്നു. ഇപ്പോൾ രേവതിൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ള കടം കുറച്ച് സുമനസ്സുകൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ 70,000 രൂപ ലോട്ടറി അടച്ചപ്പോൾ അടയ്ക്കാൻ പറ്റുമായിരുന്ന തുക അന്ന് ഈ പറയുന്ന മാതിരി രേവത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി വിനിയോഗിച്ചെങ്കിലും ഇപ്പോൾ ആ തുക കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറായി എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് കീമോ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അതായത് നിലമ്പൂർ വരെ പോകണമെന്ന് പറഞ്ഞു. ഒരു പേഷ്യൻ്റ് ഇരിക്കുന്നുണ്ട്, വരുമെന്ന് ചോദിച്ചോ. ഞാൻ എന്താ വരാം, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരന്തരപ്പള്ളിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ പേഷ്യൻസിനെ എടുത്തിട്ട് നിലമ്പൂർ ടൗണ് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർ പോണ റോഡിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റിന് എനിക്ക് 1,00,000 രൂപ ലോട്ടറി അടിച്ചു. ആ ലോട്ടറി അടിക്കുന്ന 2 ദിവസം മുന്നേ ഒരു അമ്മേനെ ഞാൻ അത്താണിയിൽ കൊണ്ടാക്കി. അവർ അവിടെ ഒരു റൂം എടുത്ത് നിന്ന് കീമോ ചെയ്യായിരുന്നു. ആ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോന് ക്യാൻസറാണ്, എൻ്റെ മോന് സർജറി വേണം, സർജറി വഴിയുള്ളൂ. ഡോക്ടർമാരൊക്കെ അവനെ പറഞ്ഞു, ഇവിടെ അല്ല ചെയ്യുന്നത്, പുറത്താണ് ചെയ്യുന്നത്, 1,50,000 രൂപ എല്ലാ കാര്യങ്ങൾക്കും വരുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യാം. എനിക്കങ്ങനെ ഓടി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അമ്മയ്ക്ക് തരാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കഷ്ടാനുഭവങ്ങളൊക്കെ അമ്മോട് പറഞ്ഞിട്ട് ഞാൻ പോരുക ചെയ്തത്. പിറ്റേ ദിവസം എനിക്ക് 1,00,000 രൂപ ലോട്ടറി അടിക്കുക ചെയ്തിരുന്നു.
ഈ 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് ആ ടിക്കറ്റ് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാറി കിട്ടിയത് വെച്ചാൽ 69,000 രൂപയാണ്. 69,000 രൂപ ഈ അമ്മയെ കൊണ്ട് ഏൽപ്പിച്ചു. അന്ന് എൻ്റെ 70,000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് CC ഉണ്ടായിരുന്നു. 79,000 CC ഞാൻ നോക്കാണ്ടാണ് അന്ന് ഞാൻ ലോട്ടറി അടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ CC ആണ്. കാരണം 79,000 കഴിഞ്ഞ് ഞാനാകെ ഫ്രീ ആയി. പക്ഷേ ഞാനതല്ല ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മോൻ ചിലപ്പോൾ മരിച്ചു പോകും. അമ്മയുടെ മോനോ ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ അത്താണ്. ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ രക്ഷിക്കുക, അമ്മയുടെ മോനെ രക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത്. അമ്മയുടെ മോനിപ്പോൾ സർജറി കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലെത്തിയെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജോബി ചേട്ടൻ പറഞ്ഞു 4 ആൾ അറിയണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അറിയണമെന്ന് പറഞ്ഞു. ജോബി ചേട്ടൻ തൃശ്ശൂർ വന്നൊരു വീഡിയോ എടുത്തു. ആ 4 ആള് കാണണം എന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ 4 ലക്ഷം പേര് കണ്ടു. അങ്ങനെ ഈ സങ്കടങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവര് തൃശ്ശൂര് വടക്കുന്നാഥൻ ലയണേഴ്സ് ക്ലബിലെ അജിത് അമ്പാടി എന്ന് പറഞ്ഞ ചേട്ടനും സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനും എന്നെ വിളിച്ചുകൊണ്ടായിട്ട് തൃശ്ശൂര് എനിക്കൊരു ചെറിയൊരു ആദരവുന്നുണ്ട്. വലിയൊരു പരിപാടിയിൽ എന്നെ കൊണ്ടുപോയി സ്വീകരണം തന്നു. അന്ന് എൻ്റെ ഓട്ടോറിക്ഷയുടെ 70,000 രൂപ സുനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ, സുനിൽ ഫ്ലൈവെൽ മീഡിയ എന്ന് പറഞ്ഞ ചേട്ടൻ എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ തന്നു ഓട്ടോറിക്ഷയുടെ. അടിപൊളി. ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് ഓരോ പരിപാടി സ്ഥലങ്ങൾ കൊണ്ടുപോണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോണ്. അവരുടെ സ്നേഹം പ്രകടിപ്പിന് ഇങ്ങനെ ഓരോ ഇപ്പൊ മലപ്പുറം പാലക്കാട് ജില്ലയ്ക്ക് ഓരോ പേഷ്യന്റ് കൊണ്ടുപോകുമ്പോൾ ഞാൻ വിശക്കുമ്പോൾ ഓരോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയും ഭക്ഷണം കഴിച്ച് വേണ്ട, കാശ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് വേണ്ടാന്ന് പറയും. അപ്പൊ ഞാൻ കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ള 10 രൂപ 20 രൂപ ഞാൻ 2 പൊറോട്ട കഴിച്ചൊക്കെ കൊടുക്കണം, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ സുമനസ്സുകൾ നാടിൽ എങ്ങും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓട്ടോറിക്ഷ ഓടുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ ഫ്രീ ആയിട്ട് ഓടുന്നത്, ഇല്ലെങ്കിൽ ഏത് തരം ആൾക്കാരെയൊക്കെയാണ് ഓട്ടോറിക്ഷയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക? ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യന്റിനാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ക്യാൻസർ പേഷ്യന്റിനെ കീമോ ചെയ്യാനും റേഡിയേഷൻ രേവത ഓടുന്നത് തൃശ്ശൂർ ടൗണിലാണോ? അതെ, തൃശ്ശൂർ ടൗൺ പെർമിറ്റാണ്. അവിടുന്ന് ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 6 ഓട്ടം ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം RCCക്ക് പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ RCC തിരിച്ചു വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 6 12 ദിവസം പോവും. 12 ദിവസം പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസം തൃശ്ശൂർ ടൗണിലോ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ഓട്ടോ ഓടാനുള്ള ഡീസലൊക്കെ അടിക്കുന്നത്. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. വീട്ടിലെ അവസ്ഥയൊക്കെ എന്താണ്? വീട്ടില് അമ്മയും ഞാനും മാത്രമല്ല, മാമന്റെ വീട്ടിലാണ്. എനിക്ക് സ്വന്തം വീടൊന്നും ഇല്ല. അച്ഛൻ ഒരു വയസ്സിൽ ഞാനും അമ്മേനെയും പെങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അമ്മ വീട്ടിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര കഷ്ടപ്പാടുകളായിരുന്നു. ഒരു തരി എണ്ണയ്ക്കും സോപ്പിനൊന്നും ഉപകാരമില്ലാണ്ടായപ്പോൾ അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെയായിരുന്നു ഞങ്ങൾ വളർന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ നോക്കാനായിട്ട് അമ്മ കൂലിപ്പണിക്ക് പോകും. അമ്മ നന്ദിക്കരയ്ക്ക് റോഡ് പണിക്ക് പോകുന്ന സമയത്ത് അമ്മേനെ ടാങ്കർ ലോറി ഇടിച്ചു. ടാങ്കർ ലോറി ഇടിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല. ഞാനന്ന് സ്കൂൾ വിട്ട് വന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളോട് അറിയിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയിച്ചു. പിന്നെ അമ്മേനെ വീട്ടിൽ ഡിസ്ചാർജ് ആയി കൊണ്ടുവന്നു. പിന്നെ അമ്മയ്ക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. പിന്നെ വീട്ടിൽ ഭയങ്കര വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തന്നെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ്. പിന്നെ അങ്ങനെ കഴിക്കാണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിക്കുകയാണ്, എൻ്റെ പെങ്ങളെ പഠിപ്പിക്കണം, എൻ്റെ അമ്മയുടെ ചികിത്സയുടെ ചിലവൊക്കെ നടത്തണം, വേറെ ആരും ഇല്ല, അച്ഛനച്ചില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയ അച്ഛനും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനൊക്കെ ഇങ്ങനെ കഷ്ടത്തിലാക്കി പോയത് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞാൻ വീട്ടിൽ തൂത്തുവാ വരട്ടെ, എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനൊക്കെ വേണ്ട. അപ്പോൾ അവരൊക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ വരന്തരപ്പള്ളി ടൗണിൽ ലോട്ടറി കട നടത്തുന്നുണ്ട്. ചേട്ടാ എനിക്കൊരു 10 ടിക്കറ്റ് വരും, ഞാൻ 10 ടിക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ലാഭം എടുത്തോളാം ചേട്ടാ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പാട് ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇവിടുന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വരന്തരപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനായിട്ട് കയറി. അന്ന് കാലത്തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴുകി കഴിഞ്ഞാൽ ശനി ഞായറും കഴുകി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പാത്രം കഴുകി കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. അങ്ങനെ ഒരാഴ്ച പോയിപ്പോൾ അവർ പറഞ്ഞു ബാലവേലയ്ക്കൊക്കെ കേസ് എടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ പാലേക്കര ആമ്പല്ലൂർ പാലേക്കര കലവറ തട്ടുകടയിൽ പാത്രം കഴുകാൻ നിന്നു. അന്ന് എനിക്ക് ഗ്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ
രാത്രി 12 മണി വരെ പാത്രം കഴുകി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവും. സ്കൂളില്ലാത്ത ടൈം ശനി ഞായറാഴ്ച 200 രൂപ കിട്ടും. വെക്കാനൊക്കെ ഉള്ളി സവളൊക്കെ ആയിരിക്കും, അങ്ങനെ കിട്ടും. അങ്ങനെയൊക്കെ അമ്മയുടെ കുടുംബമൊക്കെ അങ്ങനെ പോവില്ലാന്ന് കണ്ടുകൊണ്ട് ഞാൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങി. അങ്ങനെ ദിവസം 100 ടിക്കറ്റ് 200 ടിക്കറ്റൊക്കെ സിക്കിം സൂപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ അമ്മയുടെ ചികിത്സാ ചെലവൊക്കെ നടന്നു പോയി. അങ്ങനെ എൻ്റെ ഫീച്ചർ പേപ്പറിൽ വന്നു, ഭാഗ്യം തേടി രേവതിൻ്റെ ജീവിതം, ചികിത്സയ്ക്കോ ആരോ സഹായം ഇല്ലാതെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മാതൃഭൂമി നഗരം പേജിൽ പേപ്പറിൽ ഫീച്ചർ വന്നപ്പോൾ ആ ഫീച്ചർ കലാഭവൻ മണിച്ചേട്ടൻ എടുത്തിട്ട് മണിച്ചേട്ടൻ കണ്ടിട്ട് മണിച്ചേട്ടൻ എന്നെ സഹായിക്കാൻ ഏറ്റെടുക്കായിരുന്നു. അങ്ങനെ മണിച്ചേട്ടൻ സഹായിച്ചു. ഈ മണിച്ചേട്ടൻ രേവതിനെ സഹായിച്ചു. അതുകൊണ്ടാണോ രേവതി ശരിക്കും ഈ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്ന ഒരു മനസ്സിലേക്ക് എത്തിയത്? കലാഭവൻ മണിച്ചേട്ടൻ ചെയ്യാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. അത് തന്നെയാണ് ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അവര് അവരുടെ സിറ്റുവേഷനോട് പറയുമ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള പ്രചോദനമാകുന്നത്. മണിച്ചേട്ടൻ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ മണിച്ചേട്ടൻ ചെയ്യാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യണമെന്ന് രേവതിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേവതി, ശരിക്കും ഈ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു. ഈ കൊടി ഉൾപ്പെടെ കണ്ടു. ഇതിന്റെ പിന്നിലെ കഥ എന്താ? ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു പാവപ്പെട്ട ഒരാള് റേഡിയേഷനും കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ആളെ നാട്ടിൽ പോകാൻ പൈസ ഇല്ലാണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ലോക്ക്ഡൗൺ സമയമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്വയം ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഞാൻ ആളെ ആളെ വീട്ടിലാക്കാം. വേട്ടുപാളയം അവിടെ സബോള മാർക്കറ്റിൻ്റെ അവിടെ ആക്കിയിട്ട് വരുന്ന സമയത്ത് 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് ഒരു ബൈക്കും കൂട്ടിയിടിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ചോരയിൽ കുളിച്ച് കിടക്കായിരുന്നു. ആ ചോരയിൽ കുടിച്ച് കിടക്കുന്ന ചേട്ടൻ ഞാൻ ആളെ എടുത്തിട്ട് നേരിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ ഫെയിംസ് ആശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടാക്കി. ആൾക്ക് ഓർമ്മ വന്നപ്പോൾ ആള് പറയാ ഞാൻ സ്റ്റാലിൻ സാറിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യത്തിന് തമിഴ്നാട് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ കൊടി വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തമിഴ്നാട് വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ ഉണ്ടാവും, നിനക്ക് എല്ലാ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. വാളയാർ ചെക്ക് പോസ്റ്റും ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റും മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റും കടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടി കാണുമ്പോൾ ആൾക്കാർ സാറന്മാര് വിടും, RTO സാറന്മാര്, പിന്നെ വെഹിക്കിൾമാരൊക്കെ നമ്മളെ സപ്പോർട്ടിങ് അവിടെ തമിഴ്നാട്ടില്. ഇവിടെ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ബെൻ 100 ഓട്ടോ വാടകയ്ക്ക് അടയ്ക്കും. തൃശ്ശൂർ KSRTC സ്റ്റാൻഡിന്റെ സെൽ നമ്പറാണ്. രേവത് ബാബു കീമോ ക്യാൻസർ ഡയാലിസിസ് പേഷ്യന്റ് നമ്മൾ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. It's natural and healthy. Mersley's ice cream. Healthy relationships.